ഓൾഡ് ഗ്രേറ്റ് പാർക്ക്. ഈ ഗ്രേറ്റ് പാർക്കിൻ്റെ ഓൾറെഡി എക്സ്പാൻഡ് ഏരിയയുടെ ഒരു വീഡിയോ ആണ് ഇത്. ഗ്രേറ്റ് പാർക്ക് രണ്ടായിട്ട് വിഭജിക്കുന്നൊരു A1 നമ്മുടെ ഇടതുവശത്തൂടെ കടന്നു പോകുന്നുണ്ട്. അതിനിപ്പുറത്തെ ഭാഗമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ചരക്ക് പ്രോപ്പർട്ടി സെയിൽസ് ഓഫീസുകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നു. ഇവിടെ റൗണ്ട് അബൌട്ടാണ്. സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. നേരെ വലത്തോട്ട് പോകുന്ന ഗോസ്ഫോർത്തിലേക്കാണ്. ഇടത്തോട്ട് നമ്മൾ പോകുന്നത് ഗ്രേറ്റ് പാർക്കിൻ്റെ A1ൻ്റെ അപ്പുറത്തുള്ള സൈഡ്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ വെറുതെ ഒരു ഈവനിങ് വാക്കിന് വന്നതാണ്. ഏതാണ്ടൊരു മെയിൻ റോഡാണ്. ഇതിൽ ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസകരമായ റെസിഡൻഷ്യൽ ഏരിയയാണ്. സൈഡിലേക്ക് അണ്ടർ കാർ പാർക്കിംഗ്, മുകളിൽ ഫ്ലാറ്റ് മോഡലാണ്. സൈഡിലേക്ക് A1ലേക്ക് പോവാം, ഗോസ്ഫോർത്തിലേക്ക്. വഴിയിൽ കണ്ട ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലെ മുള്ളാത്ത മാതിരി പഴങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭക്ഷണയോഗ്യമാണ് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ഗോസ്ഫോർത്തിലേക്കുള്ള വഴി പാലത്തിന് മുകളിൽ നിന്നുള്ള സൈറ്റാണ്. വലത്തോട്ട് തിരിഞ്ഞു പോയി നമുക്ക് ഗ്രേറ്റ് പാർക്കിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഒരു കുതിര മേയുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. കുതിരയെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. കുടിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഗ്രേറ്റ് പാർക്ക്, ഓൾഡ് ഗ്രേറ്റ് പാർക്ക്. പഴയ കെട്ടിടങ്ങളാണ് ഇഷ്ടിക കൊണ്ട് പണിതിരിക്കുന്നത്. പാർട്ടി ഇവിടെയൊന്നും ഒരു മനുഷ്യനുമില്ല, എല്ലാവരും വീടിനകത്താണ്. വിജനമായ സ്ഥലം. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാം. കൗൺസിലിൻ്റെ സ്ഥലമാണെങ്കിലും പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തേക്കാണ് റോഡ് പോകുന്നത്. പഴയ ബിൽഡിങ്ങുകളാണ്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വീടുകളൊക്കെ ഭംഗിയാക്കി. ഓരോ വീടുകളും മനോഹരമായ പുഷ്പങ്ങൾ, നല്ല രസമുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വയലറ്റ്, പുറകിൽ മനോഹരമായ ഒരു ഇഷ്ടിക വീട്. ഇത് വാക്കുവയാണ്. തൊട്ട് മുപ്പുറത്തോടെ റോഡ്. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. മറ്റൊരു വീട്, മനോഹരമായ റോസ് ഒക്കെ വെച്ചുപിടിപ്പിച്ചത്. പ്രാവുകൾ, ഇതിലെ കാറുകൾ അവിടം വരെ പോകും. നമ്മൾ A1 ക്ലോസ് ചെയ്ത് മുകളിലത്തെ പാലത്തിൽ കൂടെ ദാതിക്കൂടെ ഒരു മാൻ പോകുന്നു. എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ കാടിനകത്ത് ധാരാളം മാൻകൂട്ടങ്ങളുണ്ട്. ഗ്രേറ്റ് പാർക്കിൻ്റെ A1 മറുവശമാണ്. നമ്മൾ ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് കിട്ടും. പല വഴി കൂടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് എത്തും. വയറായി കിടന്ന മോട്ടോർ ബൈക്ക്. ഒരാളുമില്ല. സമയം 8:45 9 ഇവിടെ സമ്മറായതുകൊണ്ട് ഈ സമയം 10-10:30 സൂര്യൻ അസ്തമിക്കാൻ. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഓൾഡ് ഹൗസുകളാണ് രണ്ട് സൈഡ്. ഏകാന്തമായ സ്ഥലം. ചെടികൾ കൊണ്ടുള്ള ഫെൻസിങ്. ബാർട്ടൺ ഫാം ഹൗസ്. ഇതാ ഒരു ഓൾഡ് മോഡൽ 450 SEL ബെൻസ് കാർ. എനിക്ക് തോന്നുന്നത് 1965 മോഡലൊക്കെ ആയിരുന്നു.
സമ്മറായതുകൊണ്ട് പുഷ്പങ്ങളൊക്കെ ഫെൻസിങ്ങിലൊക്കെ പുഷ്പങ്ങളും ഇടുന്ന ഇപ്പം ഉണ്ട്. നമ്മുടെ നാട്ടിലെ നീലക്കോളാമ്പിക്ക് പകരം വൈറ്റ് കോളാമ്പിക്ക്. വളരെ പഴക്കമുള്ള വീടുകളാണ്. ഇതൊരു ചെറിയ റോഡാണ്. കൂടുതൽ ഭൂമിയുള്ളവരുടെ പാർപ്പിട സമുച്ചയങ്ങളാണ്. ഗ്രീൻവുഡ് ക്ലോസ് ഇതൊരു വലിയ ബംഗ്ലാവാണ്. പൂക്കള് പൊട്ടിപ്പൊളിഞ്ഞ വീട്. ഇതിനകത്ത് എന്തോ പഴയ കാലത്തെ വല്ല മില്ലുകളോ മറ്റോ ആയിരിക്കും. ഇവിടെ പ്രവർത്തനമൊന്നുമില്ല. ഇതൊരു മറ്റൊരു ബംഗ്ലാവ്. അതിനോട് ചേർന്ന് പൊട്ടിപ്പൊളിഞ്ഞ വീടും കാണുന്നുണ്ട്. ഇത് മറ്റൊരു ഹൗസ്, ബ്രണ്ടൻ റെസിഡൻഷ്യൽ ഫോർ സെയിൽസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പഴയ 60 വർഷങ്ങൾ പഴക്കമുള്ള വീടാണെന്ന് തോന്നുന്നു. ചെടികളൊക്കെ സൈഡിൽ നട്ടുപിടിപ്പിച്ചത്. മുന്നിലൊരാൾ പട്ടിക്കുട്ടി കണ്ട് സായാഹ്ന സവരിക്ക് പോകുന്നു. അഹമ്മദ്. അതിമനോഹരമായ ഒരു കാഴ്ച. റോസാപുഷ്പം. റോസയ്ക്ക് ഇത്ര വലിപ്പമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. റോസാപുഷ്പം നല്ല മനോഹരമായി വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഞാൻ 1-2 പൂക്കൾ ഞാനും അടർത്തിയിടുന്നു. മറ്റൊരു ഹൗസിൻ്റെ ഇന്നർ സൈഡ് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രഭുക്കളുടെ ഏരിയ, സാധാരണ റെസിഡൻഷ്യൽ ഏരിയ അല്ല. ഇതിനൊറ്റപ്പെട്ട വീടുകളാണ്. അതിൽ ചുറ്റും വനം വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പോകുന്നു. ഇത് മറ്റൊരു റെസിഡൻറ്റ്, ഒരു വെട്ട വീടാണ്. എത്രമാത്രം ഏരിയ ഉണ്ട്. അവർക്ക് സ്വന്തമായി പുൽത്തകിടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. റൈറ്റ് സൈഡിൽ കാണുന്ന എക്സ്പാൻഷനുള്ള ഏരിയയാണ്. ഒരു റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങിയിട്ടിരിക്കുക. ഇവിടെയൊക്കെ ഫ്ലാറ്റുകളോ ഇൻഡിവിജ്വൽ വീടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബ്രണ്ടൻ ന്യൂസിലേക്കുള്ള കവാടമാണ്. പ്രൈവറ്റ് ഏരിയയാണ്, നോ എൻട്രി. മോറിസൺ പരിസരത്തെത്തി. ഇന്ന് ഞായറാഴ്ചയാണ്, മോറിസൺ അവധിയാണ്.
അങ്ങനെ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ സാഗ ഞായറാഴ്ചയിലെ ഒരു സായാഹ്ന സവാരി ഇവിടെ അവസാനിക്കുകയാണ്. UK ഒരു പ്രത്യേകതയാണ്, ഒരു മനുഷ്യനുമില്ല. സമ്മർ സമയമായതുകൊണ്ട് രാത്രി 9:30 ഇപ്പോൾ. എന്നിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. 10:30 മണിയാവും. ഞാൻ നടന്നു വന്ന വഴിയുടെ ബാക്കിൽ ഒരു മനുഷ്യനുണ്ട്. നല്ല കുളിർമയുള്ള കാറ്റില്ല, കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. സമ്മറാണ് ഇവിടെ. ഒറ്റയ്ക്കുള്ളൊരു യാത്ര, ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. അതിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ഫുൾ റെസിഡൻഷ്യൽ ഏരിയയാണ്. Hello viewers, I am GS Pillai. My video is ending. Please subscribe.